ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്നുള്ളത് അല്ലവീറിലാണ്. ഒരു സോഷ്യൽ മീഡിയ വഴി ഫേമസ് ആയിട്ടുള്ളൊരു പ്ലെയിൻ ക്രാഷ് ആയിട്ട് കിടക്കുന്ന ഒരു ലൊക്കേഷനുണ്ട്, ഒരു സ്പോട്ടുണ്ട്. ഇന്നപ്പോൾ ആ സ്പോട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് കാലമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു തകർന്ന എയർക്രാഫ്റ്റും അതിൻ്റെ പാർട്ടുകളൊക്കെ ഇങ്ങനെ ചിതറി ഒരു ഡിസർട്ടിൽ കിടക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ കുറേ നാളായിട്ട് അങ്ങോട്ട് പോകണം, വീഡിയോ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് അതിനുള്ള സാഹചര്യം ഒത്തുവന്നത്. ഈ എയർക്രാഫ്റ്റ് ഏതോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഗൂഗിൾ എന്തായാലും കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ നമ്മളെ കൊണ്ടെത്തിച്ചു എന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മൾ ആ ലൊക്കേഷനിൽ എത്തി എന്ന് തോന്നുന്ന എയർക്രാഫ്റ്റ് കാണുന്നുണ്ട്. ഇതാണ് ആ ഫ്ലൈറ്റിൻ്റെ ഓരോ പാർട്ടായിട്ട് ഇവിടെ വീണ് കിടപ്പുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്താണ് എയർപോർട്ട്. അവിടെ ലാൻഡ് ചെയ്യാൻ പോയപ്പോൾ ക്രാഷായി എന്നാണ് പറയപ്പെടുന്നത്. കുറേ കാലം കൊണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നാണ് നമുക്കിവിടെ വരാനും, കുറേ നാൾ കൊണ്ട് വിചാരിക്കുക ഇവിടെ വരണം, വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ്. പക്ഷേ ഇന്നാണ് അതിനൊരു സമയം കിട്ടിയത്. അതിൻ്റെ എൻജിനാണ്. ഇതെന്താണ്? ഇതെന്താണ് അച്ചു? എന്താണത്? ആണോ? ഫ്യൂൽ ടാങ്കാണോ? ഫ്യൂൽ ടാങ്കാണോ അതോ വിങ്സ് ആണോ? ഇതോ? ഇത് കണ്ടോ? അതിൻ്റെ പാർട്ടൊക്കെ ഇവിടെ തന്നെ കിടപ്പുണ്ട്, ഒന്നും എടുത്തു പോയിട്ടില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലൊക്കെ കയറാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതാണ് ഇതിൻ്റെ പുറകിൽ നിന്നുള്ള വ്യൂ. ഇതുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള മെഷീനൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഇതിനടുത്ത് 1-2 ഫാമൊക്കെയാണുള്ളത്. എന്തൊക്കെ ഫാമാണുള്ളത് ഇവിടെ തൊട്ടടുത്ത്. തീരെ തിരക്കില്ലാത്തൊരു ഏരിയയാണ്. വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇവിടെ കുറച്ച് സമയം ചിലവഴിച്ചിട്ട് പോകാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. അകത്ത് കയറി നോക്കാം. ഇതാണിപ്പോൾ ഇതിന് അകത്തുള്ള കാഴ്ചകളൊക്കെ. ഇതാണ് കുറച്ച് സീറ്റ് ഇരിപ്പുണ്ട്. മുകളിലൊക്കെ പഴയ വയറിങ്ങൊക്കെ കാണുന്നുണ്ട്. ഇപ്പോഴും എന്തൊക്കെയോ ലിവറുകളൊക്കെ കാണുന്നുണ്ട്. എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇംഗ്ലീഷിലല്ല എഴുതിയിരിക്കുന്നത്, റഷ്യൻ വേറെ ഏതോ ഒരു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പഴയ ടൈപ്പിലുള്ള ഏതോ ഒരു ചെറിയൊരു ഫ്ലൈറ്റാണ്, ചെറിയൊരു വിമാനമാണ്. അതിൻ്റെ ലിവറുകളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ, ബട്ടണുകളൊക്കെ ഇതിന് ഈ കോക്ക്പിറ്റിനകത്ത് ഇപ്പോഴും ഉണ്ട്. ഓടിക്കുന്ന അച്ചു വർക്കാവുന്നുണ്ടോ?
ഇതിൻ്റെ തൊട്ടടുത്താണ് ദുബായ് എയർപോർട്ട്. അപ്പോൾ അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത് പോകുന്ന ഫ്ലൈറ്റ് ഇതുവഴിയാണ് പോകുന്നത്. ഏതോ പഴയ മോഡലിലുള്ള ഏതൊരു ഫ്ലൈറ്റാണ് കേട്ടോ. അതിൻ്റെ സീറ്റൊക്കെ പ്ലാസ്റ്റിക്കിലുള്ള സീറ്റുകളാണ്. AN2 എന്ന് പറയുന്ന ഒരു റഷ്യൻ എയർക്രാഫ്റ്റ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് 1-2 കഥ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി. അതായത് ദുബായ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇവിടെ ഈ ഡെസേർട്ടിൽ തകർന്നു വീണെന്നുള്ളതാണ് ഒരു കഥ. വേറെ ഒന്നിത് സീരിയലോ ഫിലിമോ അങ്ങനെ എന്തോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് അവർ പിന്നെ എടുത്തുകൊണ്ട് പോയില്ല. അതിങ്ങനെ തന്നെ ഇവിടെ ആ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. അങ്ങനെ ഇവിടെ ഒന്നാണെന്നും പറയുന്നുണ്ട്. ഇനി ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ കുറച്ച് വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആൻഡനോവ് AN2 എന്ന പേരിലുള്ള ഒരു റഷ്യൻ നിർമ്മിത വിമാനമാണിത്. 1947 റഷ്യയിൽ ഈ വിമാനത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ആദ്യം റഷ്യൻ സൈന്യമാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇത് യൂട്ടിലിറ്റി അഗ്രികൾച്ചർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് കൃഷി ആവശ്യങ്ങൾക്ക്, സ്വകാര്യ ആവശ്യങ്ങൾക്കുമായിട്ട്. വലിപ്പക്കുറവ്, കൂടുതൽ ഭാരം വഹിക്കാനുള്ള കഴിവ്, ചെറിയ റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനുമുള്ള കഴിവ്, ഇതൊക്കെയാണ് ഈ വിമാനങ്ങൾക്കുള്ള പ്രത്യേകത. 1947 മുതൽ 2001 വരെയാണ് ഈ വിമാനം നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിർമ്മാണം ഇല്ല. പ്രധാനമായിട്ടും കൃഷിക്ക് കീടനാശിനി തെളിക്കാൻ, അന്തരീക്ഷ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട്, കാട്ടുതീ അണയ്ക്കുന്നതിന് വാട്ടർ ബോംബിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആംബുലൻസ് സർവീസിന് വേണ്ടിയിട്ട്, ഇതൊക്കെയാണ് ഈ വിമാനം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ഈ അല്ലവീറിലെ പ്ലെയിൻ ക്രാഷ് സ്പോട്ടിൽ നിന്നുള്ള വിശേഷങ്ങൾ. ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.